നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശിവേട്ടന്റെ മോള് സുഖമായിട്ടിരിക്കുന്നോ? അതെ, എന്റെ മോള് സുഖമായിട്ടിരിക്കുക, ഒരു കുറവില്ല, നന്നായിട്ടിരിക്കുന്നു. ഇന്ദു ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞേക്കണേ. പറയാം, ഉറപ്പായിട്ടും പറയാം. നിന്റെ മുമ്പിൽ വെച്ചല്ലേ അവനെല്ലാം സമ്മതിച്ചത്. എല്ലാം മുന്നിൽ കണ്ടിട്ടും നീ എന്തിനാ അവന്റെ അടുത്തേക്ക് പോയത്? അതെനിക്ക് അറിയണം. നിങ്ങൾ സ്നേഹിച്ചിരുന്നു, അത് ഞാൻ സമ്മതിക്കാൻ ചെയ്യുന്നു. പക്ഷെ അവൻ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിഞ്ഞതോടെ നീ അവനെ ഉപേക്ഷിച്ചതുമാണ്. ആര് പറഞ്ഞു ഞാൻ ധനുഷിനെ ഉപേക്ഷിച്ചു? സച്ചേട്ടനോട് ആരാ പറഞ്ഞു? നിങ്ങൾക്ക് അവൻ ക്രിമിനലും ഫ്രോഡും ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്കവൻ ഞാൻ സ്നേഹിച്ച, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച എന്റെ ധനുഷ് തന്നെയാ. സ്നേഹേ, നീ എന്ത് ഭ്രാന്തൊക്കെ വിളിച്ചു പറയുന്നേ? അവനെ പോലെ ഒരാളെ നീ ഇനിയും സ്നേഹിക്കാന്ന് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ പോലെ അല്ലാത്തതുകൊണ്ട്, സ്നേഹിച്ചവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, അതിന്റെ വിധിയാന്നോർത്ത് സമാധാനിക്കാൻ എനിക്കാവാത്തതുകൊണ്ട്. അവൻ ഏത് മതക്കാരനാണോ എങ്ങനെയുള്ളവനാണോ അതൊന്നും എനിക്ക് വിഷയമല്ല. എന്നെ സ്നേഹിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും അവൻ ഒരു കുറവും കാണിച്ചിട്ടില്ല. എനിക്കത് മതി. നിങ്ങൾ എല്ലാവരും എന്തറിഞ്ഞിട്ടാ ഇപ്പോഴും ധനുഷിന് ക്രിമിനൽ എന്ന് വിളിക്കുന്നേ? അവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത് ഇവിടെ ആരുടെയും മുന്നിലല്ല, കോടതിയില. അതവൻ തെളിയിച്ചോളൂ. ഞങ്ങൾ തമ്മിൽ ഒന്നാവരുതെന്നുള്ള നിങ്ങളുടെ വാശിയൊക്കെ ഒന്ന് മാറ്റിയാ മതി. മതി. അനുവാദം ചോദിച്ചു വന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞതാ പോകരുതെന്ന്. എന്റെ ആ വാക്ക് മറികടന്ന് നീ പോയി. അതിനർത്ഥം എന്റെ വാക്കിന് നീ വില കൽപ്പിക്കുന്നില്ലെന്നാ. എന്റെ മക്കൾ എന്നെ അനുസരിക്കണം, അതെനിക്ക് നിർബന്ധമുണ്ട്. അതേ നിർബന്ധം എനിക്കുണ്ട് അച്ഛ. അച്ഛന്റെ മകള് തന്നെയല്ലേ ഞാനും. അപ്പൊ അതുണ്ടാവാതെ പറ്റില്ലല്ലോ. ധനുഷ് എന്നോട് പറഞ്ഞു ഇതിന്റെ എല്ലാം പുറകില് നിങ്ങൾ ഒറ്റ ഒരുത്തിയാണെന്ന്. ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണവും നിങ്ങൾ തന്നെയാന്ന് എനിക്കറിയാം. നിങ്ങളല്ലേ എന്നെ അവിടെ കണ്ട കാര്യം അച്ഛനെ വിളിച്ചറിയിച്ച് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത്. എന്ന് നിന്നോടാര് പറഞ്ഞു? ഞാനാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞത്. അർച്ചന അത് വേണ്ടെന്നാ പറഞ്ഞത്. നീ ഓരോന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സ്നേഹേ. അതെ, തെറ്റിദ്ധാരണ തന്നെയായിരുന്നു. എന്റെ ഇടത്തെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടാകുന്നത് എല്ലാം തെറ്റിദ്ധാരണ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാ ഞാനിപ്പോ വരുന്നത്. ഇനിയിപ്പോ അവസാനം അച്ഛനോ ഏട്ടനോ എന്നെ പിടിച്ച് തല്ലുമായിരിക്കും. തല്ലിയാലും ശരി, കൊന്നാലും ശരി, ഒരു കാര്യം ഞാൻ എല്ലാവരോടായിട്ട് പറയുക. ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുവാണെങ്കിൽ അത് ധനുഷിന് മാത്രമായിരിക്കും. ഇതെന്റെ ഉറച്ച തീരുമാനമാ. അത് ചോദ്യം ചെയ്യാനോ മാറ്റാനോ ആരും ശ്രമിക്കണ്ട. ആരും. മോളെ മോളെ, അങ്കിൾ ഇതൊന്നോർത്ത് വിഷമിക്കണ്ട. മണ്ഡപത്തിൽ വെച്ച് വിവാഹം മുടങ്ങുന്നതിന്റെ വിഷമം നന്നായിട്ട് അറിയാവുന്നവളാ ഞാൻ. അത് ചിലപ്പോ ഭ്രാന്തിന്റെ അറ്റം വരെ കൊണ്ടെത്തിച്ചെന്ന് വരും. ആ അവസ്ഥയിലാ ഇപ്പൊ സ്നേഹമുള്ളത്. അതെ അച്ഛാ, സ്നേഹ അത്രയും ധനുഷിനെ സ്നേഹിച്ചിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ അവൾക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ധനുഷ് വീണ്ടും അവളുടെ മുമ്പിൽ വിഷമം അഭിനയിച്ചു കാണും. എല്ലാം കൂടി ആയപ്പോ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതാവും. നമ്മളായിട്ട് സംസാരിച്ചാലും അവൾക്ക് വാശി കൂടത്തേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് നമുക്ക് സ്നേഹം മറ്റാരെ കൊണ്ടെങ്കിലും കൗൺസിലിംഗ് ചെയ്യിപ്പിക്കുന്നതാ. ഇപ്പോഴുള്ള ദേഷ്യമൊക്കെ മാറുമ്പോ അവൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും.
തെറ്റിദ്ധാരണകളാ അവളുടെ മനസ്സ് മുഴുവൻ. അത് മാറുന്നതോടെ എല്ലാം ശരിയാവും. മോളെ, ഇനി കരി വരയ്ക്കണം, പൊട്ടുകുത്തണം, എന്നിട്ട് പാല് കുടിച്ചോണ്ട് ഉറങ്ങണം. കേട്ടല്ലോ? അമ്മയ്ക്ക് കുറച്ചു ജോലിയും കൂടി ഉണ്ട്. മോൾ ഉറങ്ങുമ്പോഴേക്കും അമ്മ അതെല്ലാം തീർത്തിട്ട് വേഗം വരാം. കേട്ടോ? അതിരെ ആ, എന്താ ശിവേട്ട? അല്ല, അർച്ചന കുഞ്ഞ് വരാൻ പറഞ്ഞിരുന്നു. എന്തോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ആണോ? ആ, ചേച്ചി, അച്ചു ചേച്ചി, ചേച്ചി മുകളിലാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. ആ, അതുവരെ മോൾ എന്ന് നോയിക്കോണേ ശിവേട്ട. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. മോള് പോയിട്ടോ. ആ. ദേ, അമ്മ ഇപ്പൊ വരാട്ടോ. അതുവരെ ശിവമാവനോടൊപ്പം ഇരിക്കണം. കരയാതെ നല്ല കുഞ്ഞായിരിക്കണം. കേട്ടോ? എന്റെ മോളെ, മോളെ, നിന്റെ അച്ഛനെ മോളെ ഞാൻ. ഓ, എന്റെ പൊന്നു മോള്. ഉമ്മ മോളെ. ഓ, മക്കളെ, ഉമ്മ ഉമ്മ ചക്കരേ, ഉമ്മ. ബാ, ഇങ്ങോട്ട് വാന്നേ, ഇങ്ങോട്ട് എന്റെ മക്കള്. ഓ, ഉമ്മ, എന്റെ കുഞ്ഞുമ്മ, ഉമ്മ ഉമ്മ ഉമ്മ, എന്റെ ചക്കര ഉമ്മ. ശിവേട്ട, ഞാനും നോക്കുമായിരുന്നു. സന്ദീപ് സാറിന്റെ അതേപോലെ വാർത്തു വെച്ചേക്കുമായിരുന്നു. ഓ, ശിവേട്ടന്റെ മോള് സുഖമായിട്ടിരിക്കുന്നോ? അതെ, എന്റെ മോള് സുഖമായിട്ടിരിക്കുക. ഒരു കുറവില്ല, നന്നായിട്ടിരിക്കുന്നു. ഇന്ദു ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞേക്കണേ. പറയാം, ഉറപ്പായിട്ടും പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.